Hi students, so നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് പോയിന്റേഴ്സിന്റെ കണ്ടിന്യൂഷൻ പോർഷൻ ആണ്. പാർട്ട് 1 വീഡിയോയ്ക്കകത്ത് നമ്മൾ പോയിന്റേഴ്സിന്റെ ബേസിക് കൺസെപ്റ്റ്സ് ആയിരുന്നു നോക്കിയിരുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നൾ പോയിന്റേഴ്സ്, പോയിന്റർ ഓപ്പറേറ്റർ ആൻഡ് പോയിന്റർ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നൾ പോയിന്റേഴ്സ്. എന്താണ് നൾ പോയിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഓർഡിനറി വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 0 ആക്കി സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതായത് ഇൻറ്റ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എന്താ? ആ ഒരു ടൈമിൽ എക്ക് നമുക്ക് പെർട്ടിക്കുലറായിട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്യാനില്ല. പിന്നെ പ്രോഗ്രാമിനകത്താണ് എക്ക് വാല്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എ ആ ഒരു സ്പേസ് ക്ലിയർ ചെയ്ത് 0 ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സിമിലർലി നമുക്കൊരു പോയിന്റർ വേരിയബിളിനെയും നമുക്ക് നള്ളാക്കി സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ അതിനൊരു വാലിഡ് ആയിട്ടുള്ള മെമ്മറി അഡ്രസ്സ് നമുക്ക് കൊടുക്കാനില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പോയിന്ററിന് നൾ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ എ പോയിന്റർ ദാറ്റ് ഈസ് നോട്ട് അസൈൻഡ് എനി വാല്യൂ ബട്ട് നൾ. അതായത് പോയിന്റിന് പെർട്ടിക്കുലർ ആയിട്ടൊരു മെമ്മറി ലൊക്കേഷനും വാലിഡ് ആയിട്ടൊരു മെമ്മറി ലൊക്കേഷനും അസൈൻ ചെയ്ത് കൊടുത്തിട്ടും ഇല്ല, ബട്ട് നൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്ററിനെ പറയുന്ന പേരാണ് നൾ പോയിന്റർ എന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, ഇഫ് യു ഡോണ്ട് ഹാവ് എനി അഡ്രസ് ടു ബി സ്പെസിഫൈഡ് ഇൻ ദ പോയിന്റർ അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ യു ക്യാൻ അസൈൻ നൾ വാല്യൂ. അതായത് പെർട്ടിക്കുലർ ആയിട്ടൊരു വാല്യൂവും അസൈൻ ചെയ്യാനില്ല, ഡിക്ലറേഷൻ്റെ ടൈമിൽ ഒരു വാലിഡ് മെമ്മറി അഡ്രസ്സ് കൊടുക്കാനില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നൾ വാല്യൂ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. ഇൻറ്റ് സ്റ്റാർ p equal to null. ഓക്കെ, ഇതാണ് നൾ പോയിന്റിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ വാല്യൂ വേരിയബിൾ ക്ലിയർ ചെയ്ത് വെക്കുന്നവർക്ക് നമുക്ക് പോയിന്റേഴ്സ് ക്ലിയർ ചെയ്ത് ഗാർബേജ് വാല്യൂ ഒന്നും ഇല്ലാതെ ക്ലിയർ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിൾ കൊടുത്തേക്കുവാണ്. നമുക്ക് 2 മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്, 963 ഇൻറ്റ് എസും ഇൻറ്റ് സ്റ്റാർ പി എസ്. അപ്പോൾ 2 മെമ്മറി ലൊക്കേഷൻസ് വന്നു, 8487 8489. ഇനി പി എസിനകത്ത് അസൈൻ ചെയ്തേക്കുന്നത് എന്താണ്? 963 ആണ്. ദെൻ പി എസിനകത്ത് അസൈൻ ചെയ്തേക്കുന്നത് എന്താ? അഡ്രസ് ഓഫ് എസ് ആണ്. ഓക്കെ, അടുത്തത് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പോയിന്റർ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ പോയിന്ററിനകത്ത് ബേസിക്കലി യൂസ് ചെയ്യുന്ന 2 സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ്, സ്റ്റാറും ആംപർസെൻറ്റും. സ്റ്റാർ ഓപ്പറേറ്റർ, ആംപർസെൻറ്റ് ഓപ്പറേറ്റർ. സോ ഈ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പോയിന്റർ ഡിക്ലെയർ ചെയ്ത ടൈമിൽ പറഞ്ഞ 2 ഓപ്പറേറ്റേഴ്സ് ആണ്, സ്റ്റാറും ആംപർസെൻറ്റും. സോ ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ കോൾഡ് യുണറി ഓപ്പറേറ്റേഴ്സ്. സിൻസ് അത് വർക്ക് ചെയ്യുന്ന എന്താണ്? ഒറ്റ ഓപ്പറാൻഡിലാണ്. ഒറ്റ ഓപ്പറാൻഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ കോൾഡ് യുണറി ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ അഡ്രസ് ഓപ്പറേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ആംപർസെൻറ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ ആസ്ട്രിക് സിമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ആസ്ട്രിക് സിമ്പിൾ, അതായത് സ്റ്റാറിന് നമ്മൾ എന്താ പറയുന്നത്? ആസ്ട്രിക് സിമ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ 2 ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ അഡ്രസ് ഓപ്പറേറ്റർ. സോ അഡ്രസ് ഓപ്പറേറ്റർ യൂസ്ഡ് ടു റിട്ടേൺ ദ മെമ്മറി അഡ്രസ് ഓഫ് ഇറ്റ്സ് ഓപ്പറാൻഡ്. അതായത് നമ്മൾ ഏത് ഓപ്പറാൻഡാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഓപ്പറാൻഡിൻ്റെ മെമ്മറി അഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ആംപർസെൻറ്റ്. സോ നമ്മൾ നേരത്തെ നോക്കിയ പ്രോഗ്രാമിനകത്ത് ഇതിൻ്റെ ഒരു എക്സാമ്പിളിനകത്ത് എസ് എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സാണ് 8487. സോ അഡ്രസ് ഓഫ് എസ് എന്താണ്? വിൽ റിട്ടേൺ 8487. അപ്പം ഒരു ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ആംപർസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്പറേറ്ററാണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആസ്ട്രിക് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു ലൊക്കേഷനകത്ത് നമ്മൾ പോയിന്റർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു മെമ്മറി ലൊക്കേഷനകത്ത് ഒരു വേരിയബിളിൻ്റെ പോയിന്റർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ആ പോയിന്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാർ ആ പോയിന്റർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷനിലെ വാല്യൂവിനെ നമുക്ക് റിട്ടേൺ ചെയ്യുകയോ ചെയ്യുന്നത്. സോ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ യൂസ്ഡ് ടു റിട്ടേൺ ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ലൊക്കേറ്റഡ് അറ്റ് ദ അഡ്രസ് ദാറ്റ് ഫോളോസ്. അതായത് ആ പർട്ടിക്കുലർ അഡ്രസ്സ് ഫോളോ ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ, ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ.
ഓക്കെ, സേ എക്സാമ്പിൾ PS പോയിന്റ് ചെയ്യുന്ന ഏതിലോട്ടാണ്? എസിലോട്ട്. അതായത് PS-നകത്തുള്ള വാല്യൂ എന്താ? 8487. സോ സ്റ്റാർ PS എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ PS-നകത്തുള്ള അഡ്രസ്സ് പോയിന്റ് ചെയ്യുന്ന ലൊക്കേഷനിലെ വാല്യൂ ദാറ്റ് ഈസ് 963. സോ സ്റ്റാർ PS ഈക്വൽ ടു 963. അപ്പം ഏത് അഡ്രസ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതിൻ്റെ ആ ലൊക്കേഷനകത്തുള്ള വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സ്റ്റാർ ഓപ്പറേറ്റർ. സോ ദിസ് ഇസ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ആംപർസാൻഡ് ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇത് ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം വെച്ചിട്ട് ഈ പോയിൻ്റർ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞേക്കുവാണ്. സോ നമുക്ക് ഹെഡർ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്തു. ദെൻ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ എവിടെ ചെയ്തേക്കുന്നത്? എസ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് 963 അസൈൻ ചെയ്ത് കൊടുത്തു. കെ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ PS എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിൾ കൊടുത്തു. PS വിൽ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് എസ്. എസിൻ്റെ അഡ്രസ്സാണ് PS-നകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ദെൻ കെ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. കെ ഇസ് അസൈൻ ടു സ്റ്റാർ PS. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പേ പഠിച്ച കൺസെപ്റ്റിനനുസരിച്ച് സ്റ്റാർ PS എന്താണ്? ആ PS-നകത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, അതായത് PS എന്ന് പറയുന്ന അഡ്രസ്സ് പോയിന്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലെ വാല്യൂ. സോ വി ക്യാൻ സേ കെ ഇസ് ഈക്വൽ ടു 963. ഇനി ഈ പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്ന് നോക്കുക. ഫസ്റ്റ് വൺ എന്താ? വാല്യൂ ഓഫ് എസ് എന്താണ്? 963 തന്നെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? നമുക്കിവിടെ ഏതൊക്കെ വാല്യൂസ് പ്രിൻറ്റ് ചെയ്യേണ്ടത്? എസും അഡ്രസ് ഓഫ് എസ്. സോ വി ക്യാൻ സേ 963. ഈ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 963 is stored at address. ആ എന്താ എസിൻ്റെ അഡ്രസ്സ് ഏതാണെന്ന് വെച്ചാൽ ആ അഡ്രസ്സിൽ. സോ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് 65524 ആണ്. സോ 65524 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. എന്താ നമുക്ക് വേണ്ട? ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ്? സ്റ്റാർ അഡ്രസ് ഓഫ് എസ്. അപ്പം നമുക്കത് എന്തോന്നുള്ളത് നോക്കാം. സ്റ്റാർ അഡ്രസ് ഓഫ് എസ്. സേ നമ്മൾ ഇവിടെ പറഞ്ഞു എസ് എന്താന്ന് പറഞ്ഞു, PS എന്താന്ന് പറഞ്ഞു, കെ എന്താന്ന് പറഞ്ഞു. ഇനി സ്റ്റാർ അഡ്രസ് ഓഫ് എസ് എന്താന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുക. സ്റ്റാർ ഓഫ് അഡ്രസ് ഓഫ് എസ്. അഡ്രസ് ഓഫ് എസ് എന്താണ്? PS ആണ് അല്ലേ? അപ്പോൾ സ്റ്റാർ ഓഫ് PS എന്താ? 963 തന്നെ. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്. 963 is stored at അഡ്രസ് എന്താണ്? എസിൻ്റെ അഡ്രസ് എന്താ? 65524 എന്ന് പറഞ്ഞാണ് വരുന്നത്. അതായത് ഇതേണ്ടേ 963 is stored at അഡ്രസ് 65524. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? എന്തൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നത്? സ്റ്റാർ PSഉം PSഉം. സ്റ്റാർ PS എന്താണ്? സ്റ്റാർ PS വിൽ ബി 963. സോ 963 is stored at അഡ്രസ് PS എന്താണ്? അഡ്രസ് ഓഫ് എസ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്. 963 is stored at അഡ്രസ് 65524. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഏതൊക്കെ വാല്യൂസാണ്? കെയും അഡ്രസ് ഓഫ് സ്റ്റാർ PS കൊടുത്തേക്കുന്നത്. കെ എന്താണ്? വി നോ 963 ആണ്. കെ വിൽ കണ്ടെയ്ൻ 963 ബിക്കോസ് കെ ഈസ് ഈക്വൽ ടു സ്റ്റാർ PS ആണ്. അപ്പോൾ കെയുടെ വാല്യൂ 963 ആണ്. 963 വരും. 963 is stored at അഡ്രസ് എന്താ? ആംപർസെൻഡ് ഓഫ് സ്റ്റാർ PS. ഇനി അതെന്തോന്ന് നമുക്ക് നോക്കാം. ആംപർസെൻഡ് ഓഫ് സ്റ്റാർ PS. ഓക്കെ, അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് ആംപർസെൻഡ് ഓഫ് സ്റ്റാർ PS. ആംപർസെൻഡ് ഓഫ് സ്റ്റാർ PS എന്താണ്? 963. അപ്പം അഡ്രസ് ഓഫ് 963 എന്താ? 65524. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ഈ 4 സ്റ്റേറ്റ്മെൻറ്റും സെയിം ആയിട്ട് തന്നെയാണ് ഔട്ട്പുട്ട് വരുന്നത്. 963 is stored at അഡ്രസ് 65524 എന്ന് തന്നെയാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. അതിൻ്റെ പല പല രീതികളാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഏതൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്? PSഉം അഡ്രസ് ഓഫ് PS. PS എന്താണ്? PSനകത്തുള്ള വാല്യൂ എന്താണ്? 65524 which contains the address of S. Then address of PS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? PS എന്ന് പറയുന്നത് വേറൊരു മെമ്മറി ലൊക്കേഷനാണ് അല്ലേ? അതിൻ്റെ അഡ്രസ്സ്. സോ വി ക്യാൻ സേ 65524 is stored at അഡ്രസ് എന്താ? വേറൊരെണ്ണം 65520. ഇതെന്താ? 65520 PSൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ഏതൊക്കെയാണ് പറയുന്നത്? കെയും അഡ്രസ് ഓഫ് കെയും. ഇവിടെ നമ്മൾ കെ എന്താണ്? വേറൊരു മെമ്മറി ലൊക്കേഷനായിട്ടാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്.
സോ അപ്പോൾ അതിനും എന്താണ് ഒരു അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ആ അഡ്രസ്സ് ആയിരിക്കും വരുന്നത്. സോ കെയുടെ വാല്യൂ പക്ഷേ എന്താണ് 963 തന്നെയാണ്. അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും? 963 is stored at address 65524. ഓക്കെ, ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കാണ് ഇവിടെ. എസ് എന്നും പി എസ് എന്നും കെ എന്നും. ഇത് മൂന്നും എൻറ്റയർലി ഡിഫറെൻറ്റ്, നമ്മൾ പ്രോഗ്രാമിനകത്തുള്ളതല്ല, അല്ലാത്ത 3 അഡ്രസ് സ്പേസുകളാണ്. 8487, 8491, 8494. പക്ഷേ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന അതേ വേരിയബിൾ തന്നെ. അപ്പം നമ്മൾ ഇൻറ്റ് എസ്, ഇൻറ്റ് പി എസ്, സ്റ്റാർ പി എസ്, കെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. 3 മെമ്മറി ലൊക്കേഷൻ വരും, 3 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ. ദെൻ ആംപർസെൻഡ് ഓഫ് എസ് എന്ന് പറയുന്നത് എവിടെയൊക്കെ സ്റ്റോർ ചെയ്യും? പി എസിനകത്തുള്ള വാല്യൂ ആയിരിക്കും അല്ലേ, ആംപർസെൻഡ് ഓഫ് എസ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാർ പി എസിനകത്ത് എന്തായിരിക്കും വാല്യൂ? 963 ആയിരിക്കും. ദെൻ നമ്മൾ കൊടുത്ത കെ ഈസ് ഈക്വൽ ടു സ്റ്റാർ പി എസ് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. സോ കെ വിൽ പോയിന്റ് ടു 963. ഓക്കെ, സോ ഇതാണ് പോയിൻ്റർ അരിത്തമാറ്റിക്കിൻ്റെ പോയിൻ്റർ ഓപ്പറേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ്. പോയിൻ്റർ ഓപ്പറേറ്റേഴ്സ് ഇതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് നോക്കാം നമുക്ക്. പോയിൻ്റർ എക്സ്പ്രഷനാണ്. പോയിൻ്റർ എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റേഴ്സിനെ സാധാ വേരിയബിൾസിനെ കണക്ക് നമുക്ക് എക്സ്പ്രഷനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് പോയിൻ്ററിനെ നമുക്ക് പോയിൻറ്റേഴ്സിനകത്ത് വാല്യൂസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് x1 ++ x1 -. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മളൊരു വാല്യൂ ഇൻക്രിമെൻറ്റോ ഡിക്രിമെൻറ്റോ ചെയ്യുമ്പം ആക്ച്വലി എന്താ വെച്ചാൽ നടക്കുന്നത്, അത് ഏത് പോയിൻ്റർ ടൈപ്പ് ആണെന്ന് നോക്കും. ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ ഇൻക്രിമെൻ്റ് ആവുന്നത് 2 ആയിരിക്കും, നെക്സ്റ്റ് അഡ്രസ് ബേസിലോട്ടായിരിക്കും ഇൻക്രിമെൻ്റ് ആവുന്നത്. ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ 1 ബൈറ്റ് ആയിരിക്കും ഇൻക്രിമെൻ്റ് ആയി മാറുന്നത്. അതാ ഈ ഒരു പോയിന്റ് പറയുന്നത്. വെൻ വി ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻ്റ് എ പോയിൻ്റർ ടു ഇറ്റ്സ് വാല്യൂ is changed. Increment or decrement a pointer, its value is changed according to the length of its data type. അത് ഏത് ടൈപ്പ് എന്ന് വെച്ചാൽ ആ ടൈപ്പ് അനുസരിച്ചായിരിക്കും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. സപ്പോസ് x1 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻറ്റിജർ പോയിൻ്റർ ആണെന്ന് വെച്ചോ, അതായത് ഇൻറ്റ് സ്റ്റാർ x1 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നത്. ആൻഡ് x1 points to 5040 ആണെങ്കിൽ x1++ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 5041 പോകുന്നത്. ഇൻറ്റിജർ ആയതുകൊണ്ട് എന്താ 2 5042 നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷനിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ 5040 കഴിഞ്ഞിട്ട് 2 ബൈറ്റ് കഴിഞ്ഞിട്ട് എന്താ 5042 പോയിന്റ്. 5040 കഴിഞ്ഞിട്ട് 5042 ആയിരിക്കും x1++ കൊടുക്കുമ്പോൾ വരുന്നത്. സിമിലർലി x1 - കൊടുക്കുമ്പോഴോ 5038 വരുന്നത്, അല്ലെ 39 അപ്പം ഇപ്പോൾ ക്യാരക്ടർ ടൈപ്പിലുള്ള പോയിന്റർ ആണെന്നുണ്ടെങ്കിൽ പക്ഷെ 1 ഇൻക്രിമെൻറ്റ് ചെയ്യും. ഫ്ലോട്ട് ആണെങ്കിലോ 4 ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, സോ ഇതാണ് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഓപ്പറേറ്റേഴ്സ് പോയിൻറ്റേഴ്സിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇനി നമ്മുടെ ആൻസിസി സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് പോയിൻറ്റേഴ്സ്. 2 പോയിൻറ്റേഴ്സ് നമുക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 2 പോയിൻറ്റേഴ്സും തമ്മിലുള്ള എത്ര ഡേറ്റ ഐറ്റംസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നതെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യുക ചെയ്യുന്നത്. സോ ഇപ്പോൾ എക്സാമ്പിൾ, അതായത് P1 ആൻഡ് P2 എന്ന് പറഞ്ഞ് 2 പോയിൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ P1 - P2 എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ ഗീവ് ദ നമ്പർ ഓഫ് ഡേറ്റ ഐറ്റംസ് ബിറ്റ്വീൻ ദ 2 അഡ്രസ്സസ് ഇൻ P1 ആൻഡ് P2. P1 ആൻഡ് P2ൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എത്ര ഡേറ്റ ഐറ്റംസ് ഉണ്ടെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ആൻസിസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. 2 പോയിൻറ്റേഴ്സിനെ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സോ എക്സാമ്പിൾ ഇതേണ്ട ഇൻറ്റ് നം star P1, star PS. P1 is equal to address of S. Then P2 എന്ന് വെച്ചാൽ P1 + 2 ആണ്. സോ പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മൾ P2 - P1 വല്ല കൊടുത്തു കഴിഞ്ഞാൽ we will get the output as 2. ഓക്കെ, സോ അങ്ങനെ സി സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് 2 പോയിൻറ്റേഴ്സിൻ്റെ തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഡേറ്റ ഐറ്റത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, എത്ര ഡേറ്റ ഐറ്റംസ് ഉണ്ടെന്നുള്ളത്. സോ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന RASനകത്തൊക്കെയാണേ. നെക്സ്റ്റ് നമുക്കിനി പറയുന്ന പോയിന്റ്സ് എന്ന് വെച്ചാൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. പോയിൻറ്റേഴ്സിനകത്ത് ചെയ്യാൻ പറ്റാത്ത ഏതൊക്കെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ്? 2 പോയിൻറ്റേഴ്സ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്തിട്ട് വാല്യൂ കിട്ടാൻ പറ്റില്ല. അതെനിക്ക് 2 പോയിൻറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
പിന്നെ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടോ ഒരു ഡബിൾ ടൈപ്പ് വാല്യൂവോ തമ്മിൽ നമുക്ക് ഇപ്പം സപ്പോസ് നമ്മൾ x+2 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ഇൻഡിജർ വാല്യൂ, x+2.5 എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഒരു ഫ്ലോട്ട് വാല്യൂ ഡബിൾ വാല്യൂ സബ്ട്രാക്ട് ചെയ്യാനോ ആഡ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഈ 3 കേസസുമാണ് പറ്റാത്തത്. അഡീഷൻ ഓഫ് 2 പോയിന്റേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഓഫ് 2 പോയിന്റേഴ്സ്, then add or subtract float or double type values from pointers. ഇത് മൂന്നും ഈ 3 ഓപ്പറേഷൻസ് ഈ 3 കാര്യങ്ങളും നമുക്ക് പോയിന്റേഴ്സിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പോയിന്റേഴ്സിനകത്ത്. ഓക്കെ, ഇനി പോയിന്റേഴ്സ് നമുക്ക് സാധാ വേരിയബിൾസ് കണക്ക് നമുക്ക് എക്സ്പ്രഷൻസിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ ഇതേണ്ടേ, നമുക്കൊരു പോയിന്റർ ഉണ്ട് ഇൻറ്റ് *x, *y, k, ഫ്ലോട്ട് *z, mx. ഇവിടെ കെയും എം എക്സും സാധാ ഓർഡിനറി വേരിയബിൾസ് ആണ്, ബാക്കിയെല്ലാം പോയിന്റർ വേരിയബിൾസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള വാലിഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ k = *x * y. അതായത് ഇവിടെ നമ്മൾ ആക്ച്വലി എക്സ് എന്ന് പറയുന്നത് എന്താണ് അഡ്രസ്സ് ആണെങ്കിലും *x എന്ന് പറഞ്ഞാൽ എന്താ അവിടുത്തെ വാല്യൂ ആണ്, ആ അഡ്രസ്സ് പോയിന്റ് ചെയ്ത ലൊക്കേഷനിലെ വാല്യൂ. അപ്പോൾ ആ വാല്യൂസ് തമ്മിലാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്, അഡ്രസ്സുകളല്ല വാല്യൂസ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. സിമിലർലി അത് സ്റ്റോർ ചെയ്തേക്കുന്ന കെയിൽ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിനകത്ത് വേണമെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, സിമിലർലി എം എക്സിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് *z ഡിവൈഡഡ് ബൈ *x. സ്റ്റാർ ആണ് ചെയ്തേക്കുന്നത്. സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ ലൊക്കേഷനിലെ വാല്യൂ ആണ്, അല്ലാതെ ആ ലൊക്കേഷൻ അഡ്രസ്സ് അല്ല. നേരത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞായിരുന്നു അഡ്രസ്സുകൾ തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ പറ്റില്ല. ദെൻ *y = *y + 20. ഓക്കെ, ഇനി ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്തും ഡിവിഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമല്ല, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണെന്ന്. സിമിലർലി സ്ലാഷ് കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർ കൊടുത്തേക്കുന്നത്. ബിക്കോസ് /* എന്ന് പറഞ്ഞാൽ നമ്മുടെ സിക്കകത്ത് കമൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എക്സ്പ്രഷൻസ് എഴുതുമ്പം നമ്മൾ സ്റ്റാറിന് മുന്നേ സ്റ്റാർ കഴിഞ്ഞതിന് ശേഷം സ്പേസ് കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ കഴിഞ്ഞതിന് ശേഷം സ്പേസ് കൊടുത്തിട്ട് വേണം അടുത്ത സ്റ്റാർ വാല്യൂ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയിന്റേഴ്സിൻ്റെ ഓപ്പറേറ്റേഴ്സും എക്സ്പ്രഷൻസും നൾ പോയിന്ററും ഒക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.